റഷീദ്, വലിയ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷയ്ക്കൊപ്പം തന്നെ അഭിജിത് ദീപ്കെ എത്തുമ്പോൾ ജന്തർ മന്ദറിലെ പ്രകടനത്തിന് അനുമതി തേടുമ്പോൾ അത് നൽകുമോ എന്നുള്ള ചോദ്യം അടക്കമുണ്ട്. റഷീദ്, അങ്ങനെ ഒരു അനുമതി നിഷേധിക്കപ്പെടുകയാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയെങ്കിൽ എന്തായിരിക്കാം പിന്നീട് CJP ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തതയുണ്ടോ? അതുതന്നെയാണ് രാജ്യം പോലും ഉറ്റുനോക്കുന്നത്. പ്രതിഷേധത്തിന് അനുമതി, എന്നാലും മുൻകൂർ അനുമതി നൽകിയിട്ടില്ല ഇതുവരെ. അഭിജിത് ദീപ്കെ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും അനുമതി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രതിഷേധത്തിന് ഇനി അനുമതി നിഷേധിക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ കടക്കാനാണ് നിലവിൽ സാധ്യതയുള്ളത്. കാരണം ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രക്ഷോഭം ഏത് രീതിയിൽ കൊണ്ടുപോകുമെന്നുള്ളതിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ ചില മാനദണ്ഡങ്ങൾ കൂടി CJP പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ അനുയായികൾ എങ്ങനെയായിരിക്കും ഇതിനെ കാണുക എന്നുള്ള കാര്യത്തിലും ഗൗരവമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും രാജ്യ തലസ്ഥാനത്ത് അലയടിക്കുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചില അനുനയ ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുകയാണ്. അതിനുശേഷമായിരിക്കും ഈ അനുമതി നൽകണോ വേണ്ടയോ എന്നുള്ളൊരു അന്തിമ തീരുമാനം ഡൽഹി പോലീസും കേന്ദ്രവും എടുക്കുക. എന്തായാലും ഈ അനുമതി നിഷേധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ അനുയായികളെയൊക്കെ തന്നെയും ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. നിലവിൽ 5000-ലധികം പോലീസ് സേനയെയും സുരക്ഷാ സേനയുമാണ് ജന്തർ മന്ദർ പ്രദേശത്തും അതോടൊപ്പം തന്നെ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ പരിസരത്തും എത്തിച്ചിട്ടുള്ളത്, അത്തരം വിന്യസിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നത്, എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരിക്കും നടക്കുന്നത്, ഇവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിലും കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും ഒരു ജാഗ്രതയും ഡൽഹി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കനത്ത പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തേക്ക് പോകണം, മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് CJP നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് രാജ്യ തലസ്ഥാനം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും അഭിജിത് ദീപ്കെ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാനോ സംസാരിക്കാനുള്ള അനുമതി ഡൽഹി പോലീസോ അല്ലെങ്കിൽ ഡൽഹി സർക്കാരോ നൽകിയിട്ടില്ല. ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ നൽകുക. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പിന്തുണ, അതായത് സമൂഹ മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് പൊതു ഇരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലും വലിയ പിന്തുണ CJPക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ ജന്തർ മന്ദിർ എന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1000-ലധികം ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളായിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിൽ പരീക്ഷാ ക്രമക്കേടുകൾക്ക് വിധേയരായി വലിയ ആശങ്കയിൽ കഴിയുന്ന ആളുകൾ കൂടി, വിദ്യാർത്ഥികളും പരീക്ഷാർത്ഥികൾ കൂടി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർക്കുകയും ചെയ്തു. ശരി റഷീദ്, എന്നാൽ അഭിജിത്ത് പുറത്തേക്ക് വരട്ടെ, ആ സമയത്തേക്ക് നമുക്ക് മടങ്ങിയെത്താമെന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ഒരു നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഏറ്റവും മൂല കാരണമെന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന സുപ്രധാന ആവശ്യം ഉയർത്തിയാണ് CJP ഇന്ന് രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ഈ പ്രതിഷേധം അതിന് അനുമതി നൽകിയില്ലെങ്കിൽ CJP എന്തായിരിക്കും ചെയ്യുക തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. CJPക്ക് ഇതിൽ കൃത്യമായൊരു പ്ലാൻ A, പ്ലാൻ B ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നിരുന്നപ്പോൾ കൃത്യമായി അതിനൊരു മറുപടി നൽകാൻ നേതാക്കൾക്കാവാത്തതൊക്കെ ഇവരൊരു കൃത്യമായ ലക്ഷ്യബോധമില്ലാത്ത കൂട്ടരാണെന്ന് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് ലഭിക്കുന്ന, യുവാക്കളിൽ നിന്നടക്കം ലഭിക്കുന്ന വലിയ പിന്തുണ അത് കേന്ദ്രത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഈ പ്രകടനത്തെ നേരിടാൻ കേന്ദ്രം ഒരുങ്ങുന്നത് തുടങ്ങിയ റിപ്പോർട്ടുകളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് വിമാനത്താവളത്തിലേക്ക് മടങ്ങാം.